ഹായ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ലൈനിങ് വെച്ച ബ്ലൗസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെയാണല്ലോ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ഇങ്ങനെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് ഇവിടെ വെക്കണം. എന്നിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗവും കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കണം. ഇതും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കണം. എന്തായാലും ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ രണ്ട് പീസുകളും കിട്ടി. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ രണ്ട് പീസും ഒന്നിൽ തന്നെ ഒരേ ഭാഗത്തേക്കുള്ളത് തന്നെ അടിച്ചു പോകും. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ചെയ്ത് വെച്ചിട്ട് മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇതിൽ നമുക്ക് മനസ്സിലാവും ഇത് ഫ്രണ്ടിലെ രണ്ട് ഭാഗങ്ങളാണ് കറക്റ്റാണെന്ന് മനസ്സിലാവും. നമുക്ക് നേരെ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഒന്നെടുക്കാം. നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അളവൊക്കെ എഴുതിയിരിക്കുന്നത്, നോട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലൈനിങ് പീസിലാണല്ലോ. അതുകൊണ്ട് ലൈനിങ് പീസാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ലൈനിങ് പീസ് കാണുന്ന വിധത്തിൽ വെച്ചിട്ട് നമുക്കിത് അറ്റാച്ച് ചെയ്തെടുക്കാം. കിട്ടി. അപ്പം നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കണം. രണ്ട് ഭാഗം ഇത് മെയിൻ തുണി ഇങ്ങനെ പൊങ്ങിയൊന്നും വരരുത്. നീറ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മളിത് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരത്തെ ഒന്നും നോക്കാനില്ല, നമ്മളിത് ഇങ്ങനെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ കിട്ടി. നമ്മളത് അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഈ നെക്ക് ഉണ്ടല്ലോ, ഈ കഴുത്തിൻ്റെ നമ്മൾ വരഞ്ഞത്, ആ കഴുത്തിൻ്റെ നേരത്തെ ചെയ്ത പോലെ തന്നെ കഴുത്തിൻ്റെ 1/4 ഇഞ്ചിൽ ബാക്കോട്ട് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ അടുത്ത വശവും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈസിയാണ് അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ബാക്കിയുള്ള പീസസൊക്കെ ഉണ്ടല്ലോ വലുതായിട്ട് വരുന്നത്, അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറം ഇപ്പുറം മറിച്ചും തിരിച്ചും വെക്കാം. എന്നിട്ട് കറക്റ്റാക്കി വെച്ചിട്ട്, കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യണം. കറക്റ്റാക്കി വെച്ചിട്ട് നമുക്ക് ഇതിലൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുത്തപ്പോൾ നമുക്ക് ഇനിയൊന്നും ചെയ്യാനില്ല. ഇവിടെയൊക്കെ അറ്റാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള പണിയാണ് ഇങ്ങനെ ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിത് ചെയ്തെടുക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ ടക്കിന് വേണ്ടിയിട്ട് ടക്കിൻ്റെ ഓരോ സെൻട്രൽ ലൂട്ടിൽ നമ്മൾ ലൈൻ വരച്ചിട്ടില്ല, ആ ലൈനുമ്മലൂടെ ഓരോ സ്റ്റിച്ച് കൊടുക്കണം. ഇവിടം വരെ സ്റ്റിച്ച് കൊടുക്കാം. കുറച്ചിങ്ങോട്ട് നീക്കിയിട്ട് ഇപ്പുറത്തുള്ള അതുപോലെ അടുത്ത വശവും ചെയ്തെടുക്കാം. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ പെട്ടെന്ന് ചെയ്യാറ്. ഇതാ ഇപ്പം ഇങ്ങനെ വരും. ഇനി ഈ ഒരു പീസ് നമുക്കതങ്ങ് ഒരു നൂലുണ്ടാവും അവിടെ, ആ നൂലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഈ ഒരു ടക്കും അതുപോലെ അടുത്ത വശവും ചെയ്തെടുക്കാം.
അപ്പോൾ ഓരോ വശം നമ്മൾ ഓരോ ഓരോന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ നൂല് കംപ്ലീറ്റ് മെഷീനിൽ നിന്ന് കട്ട് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ തന്നെ അടുത്ത പീസ് വച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നൂല് കട്ട് ചെയ്തെടുക്കുന്ന മുകളിലേക്ക് കയറിപ്പോവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വേഗം വേഗം നമുക്ക് പണി നടക്കും. അതുതന്നെ ഇനി നമുക്ക് ഓരോ ടക്കും പിടിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ടിൽ മെയിൻ ടക്കാണ് പിടിക്കാൻ പോകുന്നത്. ഇവിടെ വയ്ക്കാം, അറ്റത്ത് വെച്ചിട്ട് നേരെ തിരിച്ചെടുക്കാം. ഞാൻ അടുത്ത പീസ് എടുത്തിട്ട് അതും വേഗം വേഗം അങ്ങനെ വേഗം ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ആ ഒരു നൂല് പൊട്ടിപ്പോയി അത് പിന്നെയും സൂചിയിലേക്ക് കോർത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി അടുത്തതെടുക്കാം. അടുത്തെടുക്കുമ്പോൾ ഈ ഒരു ഫൂട്ടിൻ്റെ ലെങ്ത്തിൽ മതി. അടുത്തതെടുക്കാം. ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു ഇതെടുക്കാം. അതുപോലെ എല്ലാ ടക്കുകളും പിടിക്കാം. എത്രയാണോ സീം വിട്ടത് അത് തന്നെ അരേഞ്ച് ആണെങ്കിൽ അരേഞ്ചിൽ തന്നെ സീം എടുക്കുക. നമ്മളിപ്പോൾ കംപ്ലീറ്റ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത് നോക്കിയേ. പെട്ടെന്ന് സംഭവം കഴിഞ്ഞിട്ടുണ്ട്. സംഭവം കഴിഞ്ഞു കണ്ടോ. ഓക്കെ, ഇനി നമുക്ക് പടി പീസൊക്കെ വെക്കാനുണ്ട് അല്ലേ. അപ്പോൾ പടി പീസ് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രയാണ് പടിയുടെ ലെങ്ത് എന്ന് വിത്തും നമുക്ക് എത്രയാണെന്ന് നോക്കാം. അത് നമുക്ക് ബാക്ക് പീസ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഫ്രണ്ട് പീസ് ഇങ്ങനെ വെക്കാം. കറക്റ്റായിട്ട് ഷോൾഡർ കറക്റ്റായിട്ട് വെക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് ഒരു 1/4 ഇഞ്ചിൽ നമ്മൾ ഇവിടത്തേക്കൊന്ന് മടക്കാം. 1/4 ഇഞ്ചിൽ മടക്കി വെച്ചിട്ട് ഇവിടുന്ന് എത്രയാണ് ഉള്ളതെന്ന് നോക്കാം. എനിക്കിവിടെ 4/4 ഇഞ്ചാണ് എനിക്കിവിടെ കിട്ടുന്നത്. അതിൻ്റെ വിഡ്ത്ത് ലെങ്ത്ത് നോക്കാം, ഒരു 10 ഇഞ്ച്. അപ്പോൾ 4/4 10 ഇഞ്ചും അത് അങ്ങനെയുള്ള നീളത്തിലും വീതിയിലുള്ള പീസ് നമുക്ക് എടുക്കാം. ഓക്കെ, നമുക്ക് 4 4 8 പീസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ നമുക്ക് ലൈൻ പീസ് ഉണ്ടല്ലോ, അതും നമുക്ക് അങ്ങനെ തന്നെ എടുക്കണം. ഓക്കെ, ഇനി നമുക്കിത് ഈ ഒരു പീസ് നമുക്ക് ഇതിൻ്റെയൊക്കെ അടിയിൽ വെച്ച് കൊടുക്കാം. ഒരു പീസ് ഇതിൻ്റെയൊക്കെ അടിയിൽ വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വരേണ്ടത് നമ്മുടെ ലൈനിങ് പീസ്, പിന്നെ മെയിൻ ക്ലോത്ത്, മെയിൻ തുണിയായിരിക്കണം ഫസ്റ്റ്, പിന്നെ ബാക്കി 2 നമ്മൾ വേസ്റ്റ് തുണി വെച്ച് കൊടുക്കുമല്ലോ, അതാണ് വേണ്ടത്. അങ്ങനെ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് ഫ്രണ്ടിൽ ഈ ഒരു തുണി വെക്കണം വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്.
എന്നിട്ട് ഈ ഒരു പീസ് ഉണ്ടല്ലോ അത് നമുക്ക് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് പതിച്ചടിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നേരെ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് നല്ല വശത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. അതായത് വലിയ സ്റ്റിച്ചിൽ ഒന്ന് കൊടുക്കാം. കണ്ടോ? അതുപോലെ നമുക്ക് തിരിച്ച് മറ്റേ പീസിലും അതുപോലെ ചെയ്തെടുക്കണം. അതിനാണ് നമ്മൾ ഫസ്റ്റ് നല്ല പീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ലൈനിങ് പീസ് വെക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ചെയ്തെടുക്കാം. അപ്പോൾ നേരെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായി നല്ല പീസ് വയ്ക്കാം. ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഒന്നുകിൽ ഇപ്പുറത്തെ സൈഡ് എടുക്കാം അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡ് എടുക്കാം, ഏതായാലും പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 4.25 ഇഞ്ചാണ് കിട്ടിയത് അല്ലേ? അപ്പോൾ 4.25 എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കാം നമുക്ക് എല്ലാ പീസും ഉണ്ടോയെന്ന്. ഓക്കെ, ഇനി 4.25 എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ നിന്നൊരു സ്ട്രെയിറ്റ് ലൈന് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഒരു 4 ഇഞ്ചോ 4.25 ഇഞ്ചോ നമുക്കിവിടെ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ട് പീസ് എടുക്കാം. ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഇവിടുന്ന്, അതായത് നമ്മളെ ചെസ്റ്റിൻ്റെ എടുക്കുന്ന ഫസ്റ്റ് ടക്കിലേക്കുള്ള ലെങ്ത് എത്രയാണ് നോക്കാം. എനിക്കിവിടെ 2.25 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ 2.25 ഞാൻ ഇവിടുന്ന് ഇങ്ങനെ നോട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എത്രയാണ് കൊടുത്തത് അതിൻ്റെ ഒരു 1/2 ഇഞ്ച് താഴ്ത്തിയിട്ട് ഇവിടെ കൊടുക്കാം. ഞാൻ ഇവിടെ 4 ഇഞ്ചാണ് കൊടുത്തത്, അപ്പോൾ ഇവിടെ 3.5 ഇഞ്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കി ടക്കിൻ്റെ എടുക്കുന്ന ബാക്കി ഈ ഒരു സീം വരെ എത്രയുണ്ട് നോക്കാം. എനിക്ക് 5.5 കിട്ടുന്നത്. ആ 5.5 ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ഈ 5.5യുടെ ഭാഗത്താണ് നമുക്ക് 4.25 കറക്റ്റ് വേണ്ടത്. ഇവിടെയാണ് കറക്റ്റ് വേണ്ടത്. ഇത് ഫ്രണ്ടിലോട്ട് വരുന്ന ഭാഗമാണ്. ഇത് നമ്മുടെ സീം അലവൻസിൻ്റെ ഭാഗം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് 4.25 കറക്റ്റ് ആവേണ്ടത്. ഇവിടെ കുറച്ച് കുറഞ്ഞാലോ കൂടിയാലൊന്നും കുഴപ്പമില്ല, ഇവിടെ കറക്റ്റായിരിക്കണം. ഇനി നമുക്ക് നേരെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഒരു സീം കൊടുക്കാം. നമുക്ക് എത്രയാണ് സീം അത് കൊടുക്കാം. എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ഇവിടെ ഒരു ബോട്ട് ഷേപ്പിൽ ഇങ്ങനെ കൊടുക്കാം. കണ്ടോ? ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ അടുത്തത് ഇങ്ങനെ വയ്ക്കാം, ഇതിൻ്റെ മുകളിൽ വെക്കാം. അപ്പോൾ നല്ല വശവും ആയിരിക്കണം. അതെല്ലാം നിങ്ങൾ നല്ല വശത്താണ് മാർക്ക് ചെയ്തിരുന്നെങ്കിൽ ചീത്ത വശവും അത് മാറിപ്പോയാൽ നമ്മൾ മൊത്തത്തിൽ അഴിച്ച് പണിയേണ്ടി വരും. ഓക്കെ, ഇനി നമുക്കിവിടെ ജസ്റ്റ് ഒരു പിന്ന് കുത്തുന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്ന് കുത്തിയിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാം. ഇങ്ങനെ വെച്ചിട്ട് അവിടെ കറക്റ്റായിരിക്കണം, അളവ് മാറിപ്പോകരുത്. ഓക്കെ, കണ്ടോ? നമുക്ക് സീം കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ ജസ്റ്റ് ഒരു അടയാളം വയ്ക്കാം. ഇതാണ് ഫ്രണ്ടിലോട്ടേക്കുള്ള ഭാഗമെന്ന് അടയാളം വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പറയും പോലെ എല്ലാം രണ്ട് പീസായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടുന്ന് 2 പീസ് എടുക്കുക, ഇപ്പുറത്ത് 2 പീസ് ആക്കുക, എന്നിട്ട് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വേഗം പണി തീരും. നമ്മൾ 4 വശവും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വയ്ക്കാം. ഇതാണ് നമ്മൾ നോട്ട് ചെയ്ത
ഭാഗം വരുന്നത്. അതിങ്ങനെ വെക്കാം. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം നമ്മുടെ ഫ്രണ്ട് സൈഡ് ഇങ്ങനെയാണല്ലോ വരിക. ബാക്കി മറ്റേതങ്ങ് എടുത്ത് മാറ്റാം. എന്നിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നേരെ ഓപ്പോസിറ്റേക്ക് ഇങ്ങനെ മുകളിലേക്ക് അതായത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നേരെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം ഒരു ഭാഗം അങ്ങോട്ടേക്ക് ആക്കുക. ഈ നമ്മൾ രണ്ടാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഒരു ഭാഗം ഇങ്ങോട്ടേക്ക് മാറ്റുക, മറ്റേ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗം മാത്രം അടിച്ചെടുക്കണം. ഓക്കെ, ഇത് കറക്റ്റാക്കിയിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ടക്കുണ്ടല്ലോ, ആ ടക്കൊന്ന് മടക്കിയിട്ട് ഇങ്ങനെ വെച്ച് വെക്കുക. ഒരിക്കലും ഇതിൻ്റെ കൂടെ ചെയ്യരുത്. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, കണ്ട ഇങ്ങനെ നമുക്ക് കിട്ടി, നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഭാഗം ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടില്ല, അത് ആലോചിക്കണം. ഇത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ഭാഗം നമ്മുടെ ബാക്ക് പാർട്ടുമായിട്ട് വെച്ചിട്ട് ഓക്കെ ആണോ എന്ന് നോക്കണം. ഇവിടെ വെച്ചിട്ടുണ്ട്, കറക്റ്റാക്കി വെച്ചിട്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നോക്കുമ്പോൾ കുറച്ചൊരു ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഡിഫറൻസ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കുറച്ച് കയറ്റി അടിച്ചു കൊടുത്തുകൊണ്ടാണ്. നമ്മൾ കുറച്ചും കൂടി അയച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റാവും. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ചെയ്തെടുക്കാം. നമുക്കവിടെ അഴിച്ചു കൊടുക്കാം, അത്രയേ ഉള്ളൂ. വേറെ പ്രോബ്ലം ഒന്നുമില്ല. നമ്മൾ കുറച്ച് കയറ്റി സ്റ്റിച്ച് ചെയ്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ നേരെ തന്നെ വരും. ഇനി നമുക്ക് ഇങ്ങനെ വെച്ച് നോക്കാം. ഇവിടെ കറക്റ്റാക്കി വയ്ക്കാം, ഇവിടെയും കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ എന്തായാലും കറക്റ്റായിട്ട് കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ ബോഡി അറ്റാച്ച് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് മാറിപ്പോവും. ഓക്കെ, എത്താതെ വരും. അപ്പോൾ അതുപോലെ നമുക്ക് അടുത്തത് ചെയ്യാം. എന്നിട്ട് മാത്രം ഇത് ചെയ്തെടുത്താൽ മതി. അടുത്ത വശം ഇങ്ങനെ വെക്കാം, എന്നിട്ട് ഇങ്ങനെ വെക്കാം. എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ടേക്ക് ഇടാം. അപ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ടക്കിൻ്റെ ഭാഗമായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. മറ്റേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കണ്ട ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ട് ഭാഗങ്ങളും തമ്മിൽ നല്ല വശവും തമ്മിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നോക്കാം ഇത് കറക്റ്റാണോ എന്ന്. ഓക്കെ, അപ്പോൾ ഒരു വശം കറക്റ്റാണ്. ഫ്രണ്ട് സൈഡും നോക്കാം, ഈ വശവും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കത് ഈ ഒരു ഭാഗം കൂടി അറ്റാച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിങ്ങനെ നീറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സ് ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അപ്പോൾ നല്ല വശം വെച്ചിട്ട് ഈ നമ്മൾ ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇവിടം വരെ വെച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കടത്തി വെക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ അടുത്ത വശവും ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എടുക്കാം. അതങ്ങനെ നീറ്റായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ അടുത്ത വശത്തതും നമുക്ക് പുറത്തേക്ക് എടുക്കാം.
കണ്ടോ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. രണ്ട് വശവും നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ പടികൾ വെച്ച് കൊടുക്കണം, അതായത് ഹുക്കിൻ്റെയും ഐൻ്റെയും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നോക്കാം എത്രയാണ് നീളമെന്ന്. 8 ഇഞ്ചുണ്ട്. അപ്പോൾ ഒരു 9-9.5 ഇഞ്ചിൽ നീളത്തിൽ നമുക്ക് 3 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി 3 ഇഞ്ച് വീതി എന്തിനാണെന്ന് വെച്ചാൽ ഐയുടെ ഭാഗമാണ്. അപ്പോൾ ഐയുടെ ഭാഗം എടുക്കാം, മാറിപ്പോകരുത്. അപ്പോൾ ഐ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതാ ഈ ഒരു നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഐ വെക്കണം. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ വെച്ചെടുക്കാം. എന്നിട്ട് ഇപ്പുറത്തേക്ക് തിരിച്ചിട്ട് ഒരു 1/4 ഇഞ്ചിലിങ്ങനെ മടക്കാം. 1/4 ഇഞ്ചിൽ മടക്കിയെടുക്കാം. ആ മടക്കിൽ ഇതിങ്ങനെ ഈ ഒരു ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തൊന്നും കാണാത്ത വിധത്തിൽ വെക്കാം. എന്നിട്ട് സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ എടുത്തു. നമുക്ക് ഒരു 1/4 ഇഞ്ചിലും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത വശം റെഡിയാക്കാം. അത് നമ്മളെ നല്ല വശമായിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, അതിന് 1.5 ഇഞ്ചിൽ ഏകദേശം വെച്ചിട്ട് 1.5 ഇഞ്ച് തന്നെ വെച്ചാൽ മതിയോ, കുഴപ്പമൊന്നുമില്ല. അവിടെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. 3 ഇഞ്ച് ഇവിടെ ആവശ്യമില്ല. എന്നിട്ട് ഇതിങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് നമുക്കതൊന്ന് പതിച്ചെടുക്കാം. ഇത് നേരെ തിരിച്ചിടാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിലുള്ള വലിപ്പത്തിൽ മടക്കിയിട്ട് ഇങ്ങനെ വെച്ചാൽ മാത്രം മതി. എന്നിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെയും ഇപ്പുറത്തെയും സൈഡ് കറക്റ്റാണോ എന്ന് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം. കണ്ടോ, അപ്പോൾ ഇതെനിക്ക് ഏകദേശം കണക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചെറിയ വ്യത്യാസം ഉണ്ടാവും, അത് സാരാക്കണ്ട. അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് റെഡിയാക്കിയാൽ മതി. ഓക്കെ, നമ്മളിങ്ങനെ ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് അറ്റാച്ച് ചെയ്യണം. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും തമ്മിൽ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ വെക്കാം. ബാക്ക് സൈഡ് ഇങ്ങനെയും വെക്കാം. എന്നിട്ട് അങ്ങനെ തന്നെ വെക്കണം, അല്ലെങ്കിൽ മാറിപ്പോവും. ഓക്കെ, ഇതാ ഇവിടുന്ന് രണ്ട് സ്റ്റിച്ച് കൊടുക്കണം ഷോൾഡറിൽ. അതുപോലെ അടുത്ത വശവും 2 സ്റ്റിച്ച് കൊടുക്കണം. ഇപ്പോൾ 2 സ്റ്റിച്ച് കൊടുത്തു. ഇനി ഞാൻ ലൈനിങ് ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് സീം കാണാത്ത രീതിക്ക് ഞാനിങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയിടം വരെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ സ്ലീവ് കട്ട് ചെയ്യുന്നതും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് കുറച്ച് ലെങ്തിയാണ് വീഡിയോ,
എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. ബായ്.